ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ്. ഒരു നാടിൻ്റെ ആകെ നോവായി മാറുകയാണ് 13 വയസ്സുകാരൻ മിഥുനെ അവസാനം ഒരു നോക്ക് കാണാനായി കേട്ടറിഞ്ഞൊക്കെ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വലിയൊരു ജനക്കൂട്ടം തന്നെ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ വീടിനും പറമ്പിലും ഒന്നും ഉൾക്കൊള്ളാനാകുന്നതിനപ്പുറത്തേക്ക് ആളുകൾ എത്തുന്നുണ്ട്. നമ്മുടെ സംവിധാനത്തിൻ്റെ പിടിപ്പുകേട്, വീഴ്ച, അനാസ്ഥയാണ് ഇന്ന് ഈ ഒരു കരളലിയിക്കുന്ന കാഴ്ച, ഹൃദയം പൊട്ടുന്ന കാഴ്ച മിഥുൻ്റെ വിയോഗത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. ഇനി ഒരിക്കലും ഇതൊന്നും കാണുന്ന അവസ്ഥ ഉണ്ടാകരുത്. സ്കൂളിലേക്ക് എന്നത്തേയും പോലെ പോയ കുഞ്ഞാണ്. ആ കുഞ്ഞിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. വളരെയധികം അത്യന്തം വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വീട്ടുവളപ്പിൽ തന്നെയാണ് മിഥുൻ്റെ സംസ്കാരം നടക്കുക. അവിടെ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. അമ്മ കുറച്ച് നേരം മുൻപ്, ഏകദേശം 1 മണിക്കൂർ മുൻപ് അമ്മ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തേവലക്കരയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. തേവലക്കരയിലെ മിഥുൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മിഥുൻ്റെ അമ്മ വിദേശത്തായിരുന്നു. അമ്മ അല്പം മുമ്പാണ് വീട്ടിലേക്ക് എത്തിയത്. സങ്കടഭരിതമായ കാഴ്ചകളാണ് നമ്മൾ വീട്ടിൽ നിന്ന് കാണുന്നത്. സ്കൂളിൽ ആയിരക്കണക്കിന് ആളുകളാണ് മിഥുന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ. കണ്ണീർ ഒഴിയാത്തൊരു ദിനമായിരുന്നു തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഈ ദിനം. അതിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയൊരു കണ്ണീർ കടൽ ഉണ്ടായിട്ടുണ്ടാകില്ല. അതിനുശേഷമാണിപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് എത്തിച്ച മൃതദേഹം കാണാൻ നൂറുകണക്കിന് പേർ, പിഞ്ചോമനയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി നൂറുകണക്കിന് പേർ വീട്ടിലേക്കും എത്തുകയാണ്. ഒരു ചെറിയ വീടാണ്. ആ വീട്ടുപരിസരത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ അനുജൻ 5ാം ക്ലാസ്സുകാരനാണ്. അവനെയും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മടങ്ങിയെത്ത അമ്മ സങ്കടം സഹിക്കാനാകാതെ നെഞ്ചുപൊട്ടി വിലപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഉറ്റവരുടെയും ഒരു പരിചയമില്ലാത്തവരുടെയും ദുഃഖം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പങ്കുവയ്ക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 മണി എന്താണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. വീട്ടിലാണിപ്പോൾ മൃതദേഹമുള്ളത്. വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അധ്യാപകരും കൂട്ടുകാരുമൊക്കെ വളരെ വിഷമത്തിലായിരുന്നു. സ്കൂൾ മുറ്റത്തുള്ള കാഴ്ചകൾ അതിനേക്കാൾ വേദനിപ്പിക്കുന്നതാണ്. വിലാപയാത്ര അത് വീട്ടിലെത്തിച്ചേർന്നപ്പോൾ വീട്ടിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും അച്ഛമ്മയും ഒക്കെ ഉണ്ട്. അങ്ങനെ മുതിർന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞ് മരിച്ച് കാണുക എന്ന് പറയുന്നത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് തീരാവേദനയാണ്. അവർക്ക് ആ സങ്കടം ഇനി എന്നും അത് സങ്കടമായി തന്നെ ഉണ്ടാകും. ഒരു ജീവന് പകരമാകുമോ? നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നഷ്ടമായ ഈ ജീവന് പകരം എന്തുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, ഏറ്റവും സങ്കടം അതാണ്. അന്വേഷണം നടക്കുന്നുണ്ട്, തിരുത്തുന്നതൊക്കെ തിരുത്തി തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ രീതിയിൽ നേരത്തെ ഒരു ഇടപെടലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കണ്ണീർ കാഴ്ചകളൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. അവിടേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ട്. 5 മണിക്ക് എന്ന് നിശ്ചയിച്ച സംസ്കാരം അത് അപ്പോൾ തന്നെ നടക്കുമോ? നീട്ടിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും? എന്താണ് അവസ്ഥ? പക്ഷേ എന്തായാലും ആളുകൾ മിഥുനെ അവസാനമായി ഒരു നോക്ക് കണ്ടു മടങ്ങുകയാണ്. നിലവിൽ 5 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അല്പം കൂടി നേരത്തെ ആകാൻ സംസ്കാര ചടങ്ങുകൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. അത് എത്രമാത്രം അങ്ങനെ ചെയ്യാനാകുമെന്നറിയില്ല, കാരണം അത്രയധികം ആളുകളുണ്ട്. എന്തായാലും അക്ഷയ സൂചിപ്പിച്ച പോലെ നടപടി ഉണ്ടാകുന്നു, സഹായം എത്തുന്നു. ഇതെല്ലാം ഒരു തരത്തിൽ ആശ്വാസമാണ് എന്ന് പറയാമെങ്കിൽ പോലും ഈ പകരം വെക്കേണ്ടത് എന്തായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ നിൽക്കുന്ന മനുഷ്യർക്കെല്ലാം ഉള്ളത്. എന്താണ് അവർ പകരം നൽകേണ്ടി വന്നത്? ഒരു സംവിധാനം നൽകാൻ, അതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്നത്.
കാരണം നാട്ടുകാർ ഉൾപ്പെടെ ഇവർ എത്തുമ്പോൾ ഈ അധികൃതർ എത്തുമ്പോൾ പറയുന്നത്, അധികാരികളോട് പറയുന്നത്, മന്ത്രിമാരോട് പറയുന്നത് സഹായങ്ങൾ അത് നിലയ്ക്കാതെ തുടരണം. ഏത് തരത്തിൽ അത് ഈ കുടുംബം മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് തുടരണം. അത് തന്നെയാണ് ഇവർ സ്വപ്നം കണ്ടത്. അതിനുവേണ്ടിയാണ് ഈ 8ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന ഈ മക്കളെ, അത് ഈ സ്വാഭാവികമായും മക്കൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന അമ്മയായിരുന്നു. അമ്മയ്ക്ക് മറ്റു വഴികളില്ലാത്തത് കൊണ്ട്, ഈ കുടുംബം മുന്നോട്ട് പോകണമെന്ന് കരുതുന്നത് കൊണ്ട്, ആ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന് സ്വപ്നം കണ്ടതുകൊണ്ടാണ് 3 മാസം മുൻപ് അമ്മ ഇവിടെ നിന്ന് വിദേശത്ത് ഒരു തൊഴിലിന് പോകുന്നത്. ആ തൊഴിലിന് പോകുമ്പോൾ പോലും ഇവിടെ ഉണ്ടാകണമെന്ന ആഗ്രഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കോളിലൂടെ നിരന്തരം വിളിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകുമ്പോഴും പോയി വരുമ്പോഴും ഒക്കെ നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായത് ആ പരാധീനതകളാണ്, പ്രതിസന്ധികളാണ്. അതില്ലാതാകണം, അതിൻ്റെ ജോലി കൊടുക്കണം എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവും ഈ വരുന്ന മനുഷ്യർക്കെല്ലാം ഉണ്ട്. കാരണം മിഥുൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. 1.5 മാസം മാത്രമാണ് പുതിയ സ്കൂളിലെത്തിയിട്ട് മിഥുൻ 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ആ പുതിയ സ്കൂളിലെത്തുമ്പോൾ ക്ലാസ് ടീച്ചർ വിതുമ്പുകയാണ്. വിതുമ്പോഴും ക്ലാസ് ടീച്ചർ പറയുന്നത് മിഥുൻ എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥിയാണ്. ഒപ്പം മിഥുൻ്റെ വീടിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്, മിഥുൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അത് പറയാനും എൻ്റെ സാഹചര്യം ഇതാണെന്ന് ബോധ്യപ്പെടുത്താനും ഒക്കെ മിഥുൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു ബന്ധം ടീച്ചറുമായി ഉണ്ടാക്കിയിട്ടുമുണ്ട്. അതായത് ഈ സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല ബോധവാനായിരുന്നു. അത് മറികടക്കാനുള്ള ഒരു ദൃഢനിശ്ചയം അവൻ്റെ ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ ചിന്തയിലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് പല തവണ അവൻ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്, വീട്ടുകാരോടാകട്ടെ നാട്ടുകാരോടാകട്ടെ. അപ്പോൾ അവർക്കും മിഥുൻ എന്ന് പറയുന്ന 13കാരനുള്ള പ്രതീക്ഷ വളരെ വലുതായിരുന്നു. അവൻ്റെ മുന്നോട്ടുള്ള വഴികൾ ശോഭനമാകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. നാടിന് അഭിമാനമാകുന്ന തരത്തിലേക്ക് ഒരു വലിയ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നൊരു വിദ്യാർത്ഥിയാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവൻ്റെ കൈ പിടിച്ച് പോകുന്ന അവരുടെ മക്കളെ കാണുമ്പോൾ അവർക്ക് അഭിമാനമായിരുന്നു എന്നുകൂടി നമുക്ക് പറഞ്ഞു വയ്ക്കാം. കാരണം ഇവരെല്ലാവരും പറയുന്നത് ആ പക്വതയെ പറ്റിയാണ്, ആ ചേർത്തുനിർത്തലിനെ പറ്റിയാണ്, ആ പരിഗണനയെ പറ്റിയാണ്. വെറുതെ നടന്നു പോകുമ്പോഴെങ്കിലും ഞാനൊന്നും പറയാതെ പോകാൻ പാടില്ലല്ലോ, ഒരു ചിരി സമ്മാനിക്കണം, അല്ലെങ്കിൽ ഒരു വാക്ക് സമ്മാനിക്കണം, കഴിച്ചോ എന്ന് ചോദിക്കണം എന്ന് തോന്നുന്നത് മാനവികമായ ഏറ്റവും അടിസ്ഥാനപരമായ വികാരമാണ്. അത് നൈസർഗികമായി മിഥുനിൽ ഉണ്ടായിരുന്നു. അത് കണ്ടാണ് ഇവിടെ ഈ കളിക്കളത്തിൽ വരുന്ന കുട്ടികൾ, അവനോടൊപ്പം പഠിച്ചവർ നിന്നത്. അതുകൊണ്ടാണ് കൂട്ടുകാരൻ്റെ ചെരുപ്പ് നഷ്ടമാകുമ്പോൾ അതെടുക്കാൻ പ്രയാസമാണെന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ നമുക്ക് ശ്രമിക്കാം, ഞാൻ എടുത്തു തരാൻ ശ്രമിക്കാം എന്ന് പറയുന്ന തരത്തിലേക്ക് ഒപ്പമുള്ളയാളുടെ സന്തോഷം കാണാൻ ശ്രമിക്കുന്ന മിഥുനെയാണ്. അങ്ങനെ ഒപ്പമുള്ളവർക്ക് നിരവധി സന്തോഷ നിമിഷങ്ങൾ സമ്മാനിച്ച മിഥുനെയാണ് ആ സ്മരണകളൊപ്പമുള്ള മനുഷ്യർ ഏറ്റവും ഒടുവിലായി കാണാനെത്തുന്നത്. ഇനി സന്തോഷത്തിലേക്കെത്താൻ, ഒരു കാര്യം സാധിച്ചെടുക്കാൻ, ഒരു കാര്യം ഒരുമിച്ച് ചെയ്യാൻ മിഥുനില്ല എന്ന ആ തിരിച്ചറിവ്, അത് വല്ലാത്ത തിരിച്ചറിവ് തന്നെയാണ്, പ്രത്യേകിച്ച് ആ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ച്. കാരണം ഈ കളിക്കളത്തിലായാലും പഠനത്തിലായാലും നിത്യേനയുള്ള ഇടപെടലുകൾ അത് അത്രമേൽ കഠിനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ കുടുംബത്തിനും കൂട്ടുകാർക്കുമൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു, ഒപ്പം ബെഞ്ചിലിരുന്ന, ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരനില്ല. ഇന്നലെ വരെ മകനെ പോലെ കണ്ട് ആ തരത്തിൽ പഠിപ്പിച്ച വിദ്യാർത്ഥിയില്ല എന്നുള്ള അധ്യാപകർ തിരിച്ചറിയൽ കുടുംബത്തിൻ്റേത് പിന്നെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാവുന്നതല്ല. നമുക്ക് കണ്ടു നിൽക്കുന്നതിനൊക്കെ അത്രയോ അപ്പുറത്തേക്ക്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്കായിരിക്കാം ആ വേദനകൾ അത്രയും. ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ സെലക്ഷനും ഒക്കെ പങ്കെടുത്തൊരു കുട്ടിയായിരുന്നു. കൂടാതെ NCCയിലും ഉണ്ടായിരുന്നു. ഇത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. തേവലക്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിരവധി പേരുടെ പ്രതികരണം, അധ്യാപകരുടെയും സഹപാഠികളുടെയും നാട്ടുകാരുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഉറ്റവരുടെ പ്രതികരണങ്ങൾ കണ്ടതാണ്. മിഥുനെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ് എല്ലാവരും. അല്പം മുമ്പാണ്, 1 മണിക്കൂർ മുൻപാണ് അമ്മ സുജ തേവലക്കരയുടെ വീട്ടിലേക്ക് എത്തിയത്. അപകട ദിനം രാവിലെ വീഡിയോ കോളിൽ മിഥുനുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് മിഥുൻ്റെ അച്ഛൻ മനുവിന് ജോലിയില്ലാത്തതിനാൽ ആ ദിവസം ബൈക്കിൽ സ്കൂളിലേക്ക് കൊണ്ടുവിട്ടത്. സാധാരണ ബസ്സിലാണ് സ്കൂളിലേക്ക് പോകുക പതിവ്. അന്ന് കൊണ്ടുവിട്ടു. അച്ഛൻ വൈകിട്ട് വരാം, നേരത്തെ വിളിക്കാമെന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് എന്ന് മനു നെഞ്ചുപൊട്ടി പറയുന്നുണ്ടായിരുന്നു. ചെരുപ്പ് വാങ്ങാൻ പോകാം,
വൈകിട്ട് എന്ന് പറഞ്ഞായിരുന്നു സ്കൂളിൽ വിട്ട് വന്നത്. അപ്പോൾ നേരത്തെ എത്തും അച്ഛൻ എന്ന പ്രതീക്ഷയിലായിരുന്നു മകൻ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. കുഞ്ഞിന് ജീവൻ നഷ്ടമായത്. നാടാകെ വിലപിക്കുകയാണ്. മിഥുനെ യാത്ര അയക്കുകയാണ്. കുടുംബത്തിൻ്റെ താങ്ങാകാൻ വിദേശത്തേക്ക് ജോലിക്ക് പോയ അമ്മ സുജ അമ്മയെ എങ്ങനെ ആശ്വസിക്കണമെന്നറിയാതെ നിൽക്കുകയാണ് അവിടെ ഉറ്റവരും ബന്ധുക്കളുമെല്ലാം. നേരത്തെ 5 മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നെങ്കിൽ അല്പം കൂടി നേരത്തെ തന്നെ സംസ്കാരമുണ്ടാകുമെന്നാണ് നേരത്തെ അവിടെ നിന്ന് രാഹുൽ ജി നാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്. വർഷം വന്ന് ജോയിൻ ചെയ്തതാണ്, 8ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത പയ്യനാണ്. എന്നാൽ എല്ലാവർക്കും വലിയ സുപരിചിതമല്ല ശരിയും, അധ്യാപകർക്കൊന്നും സുപരിചിതമല്ല എന്നാൽ ശരിയും നല്ലൊരു പയ്യനാണ്, മിടുക്കന വിദ്യാർത്ഥിയാണ്. പക്ഷേ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും, അധ്യാപകർക്കൊന്നടക്കം കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാവർക്കും ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് ചെയ്തത് നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ 3 ദിവസം ഞങ്ങളും ഉണ്ട്, നിങ്ങളും ഇവിടെ ഉണ്ട്, നമ്മളതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എല്ലാ അധ്യാപകരും. എന്നുവെച്ചാൽ മെജോറിറ്റിയും ഇവിടെ സ്ത്രീകളാണ് അധ്യാപകർ, 5-6 ആണുങ്ങളേ ഉള്ളൂ. ഈ സംഭവം നടക്കുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 6 അധ്യാപകരോളം ഉള്ളൂ, 6 അധ്യാപകരാണുങ്ങൾ. തേവലക്കര മുളന്തറ ഗ്രാമത്തിന് തേങ്ങലടക്കാനാകുന്നില്ല. ഒരു നാടിൻ്റെ നോവായി മാറുകയാണ് മിഥുൻ. കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അമ്മ പൊട്ടിക്കരയുകയാണ്.